ഹായ് എവരി വൺ, ഇന്ന് നമുക്കൊരു ഈസി നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് ഞാനിവിടെ ഒരു അര കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 6 വെളുത്തുള്ളി, കറിവേപ്പില, ഒരു പച്ചമുളക്, ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു വലിയ തക്കാളിയും ഒരു 2 വലിയ ഉള്ളിയുമാണ്. ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ മണ്ണിൻ്റെയോ ഏതാச்சுം എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഉള്ളി വഴലണം. ഉള്ളി വഴണ്ടാൽ തന്നെ നമ്മുടെ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എത്രയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടിയുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണേ. ഇനി നമ്മളൊന്ന് 1/4 വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മസാലയെല്ലാം ചെമ്മീനിൽ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. എനിക്ക് ഉപ്പൊക്കെ പാകമായിരുന്നേ ആദ്യം ഇട്ടിരുന്നത്. എന്നിട്ട് നമുക്കിനി അത് അടച്ച് വെക്കാവേ. അടച്ച് വെച്ചൊന്ന് ഒരു 3-4 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് നമുക്ക് അത് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. ചെമ്മീൻ നമ്മൾ കുറേ നേരം ഇട്ട് വേവിക്കരുത്. കുറേ നേരം വെന്താൽ അതൊരു റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ടൊരു 10 മിനിറ്റൊക്കെ മാക്സിമം അത് വേവിക്കാൻ പാടുള്ളേ. ഇനി നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇടാവേ. ഗരം മസാല ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൊടുക്കുമോ? കൊടുക്കില്ലേ? കൊടുക്കണം കേട്ടോ.